22-ാമത്തെ സങ്കീർത്തനം വായിക്കാം. സംഗീത പ്രമാണിക്ക് ഉഷസിൻ മാൻപേട എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. കർത്താവേ സ്തോത്രം. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തലകുലുക്കുന്നു. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. കഷ്ടം അടുത്തിരിക്കാൽ എന്നെ വിട്ട് അകന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. ബൂർച്ചയോട് അലർന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായു പിളർക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. നീ യഹോവയാകുന്നിരിക്കരുതേ. എൻ്റെ തുണയായുള്ളവയെ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ. യാക്കോബിന്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രായേലിന്റെ സർവ്വസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. മഹാസഭയിൽ എനിക്ക് പ്രശ്നം നിങ്ങളിൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണുകെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അതിന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. യേശുവെ സ്തുതിക്കുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ വിശുദ്ധ സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആരാധന, വിടുതലിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ അത്ഭുതമേറിയ ദൈവാത്മാവിന്റെ ശക്തി, ഇതൊക്കെ ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. ഇതിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാക്കണം. കാത്തോളമേ, അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കും. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക. എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക. എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. നന്ദിയോടെ അവന്റെ നാമം വാഴ്ത്തിയിടുക. ദിനവും അവനെ പാടി സ്തുതിച്ചിടുക. നന്ദിയോടെ അവന്റെ നാമം വാഴ്ത്തിയിടുക. അനുദിനവും അവനെ പാടി സ്തുതിച്ചിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക. എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക. എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. പാപത്താലും രോഗത്താലും ഞാൻ വലഞ്ഞപ്പോൾ, ആശയെല്ലാം മറ്റുപോയ മരുപ്രയാണത്തിൽ. പാപത്താലും രോഗത്താലും ഞാൻ വലഞ്ഞപ്പോൾ, ആശയെല്ലാം മറ്റുപോയ മരുപ്രയാണത്തിൽ. പാപം നീക്കി രോഗം നീക്കി ശാന്തി തന്നതാ. എൻ്റെ അന്തരംഗവുമേ സ്തുതിച്ചിടുക. പാപം നീക്കി രോഗം നീക്കി ശാന്തി തന്നതാൽ എൻ്റെ അന്തരംഗവുമേ സ്തുതിച്ചിടുക.
എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക. എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക. എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, എല്ലാ നാളും മാറിടാത്ത യേശു നായകൻ. എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, എല്ലാ നാളും മാറിടാത്ത യേശു നായകൻ. എന്നുമെന്നും തൻ്റെ നാമം വാഴ്ത്തിപ്പാടിടാം. എൻ്റെ അന്തരംഗവുമേ സ്തുതിച്ചിടുക. എന്നുമെന്നും തൻ്റെ നാമം വാഴ്ത്തിപ്പാടിടാം. എൻ്റെ അന്തരംഗവുമേ സ്തുതിച്ചിടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക. എൻ സർവാന്തരംഗവുമേ എൻ മനമേ യഹോവയെ വാഴ്ത്തിയിടുക. എൻ സർവാന്തരംഗവുമേ വാഴ്ത്തിയിടുക. ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് ഒരു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസവും കൂടി ആരാധിപ്പാനായിട്ട് കർത്താവ് നമുക്ക് കൃപ തന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കർത്താവിൻ്റെ നാളിനോട് ഒരു ആഴ്ചവട്ടവും കൂടി അടുത്തു എന്നർത്ഥം. നാം ഇന്ന് ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നാം വചനത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതുപോലെ ആശയോടുകൂടിയാണ് കടന്നു വരുന്നത്. കർത്താവ് ഒരാളെ വിശ്വാസത്തിലേക്ക് വിളിക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് തൻ്റെ മുൻപിലുള്ളത്. ഒന്ന്, തൻ്റെ ശരീരം എത്തിച്ചേരേണ്ടുന്ന സ്ഥലം. രണ്ടാമത്തത്, തൻ്റെ പ്രാണൻ എത്തിച്ചേരേണ്ടുന്ന സ്ഥലം. ഇത് രണ്ടും മനുഷ്യൻ അറിയണം. എല്ലാ മനുഷ്യർക്കുള്ള ആഗ്രഹമാണ്. നാളെ ഞാൻ എവിടെയായിത്തീരും, എന്തായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് ഉത്കണ്ഠ എല്ലാവർക്കുമുണ്ട്. നാളെ എനിക്കൊരു കുടുംബം വേണം, എനിക്ക് മക്കൾ വേണം, സമ്പത്ത് വേണം, ഞാൻ എൻ്റെ കാലം കഴിയുമ്പോൾ എൻ്റെ പിൻതലമുറക്കാർക്ക് ഞാൻ എന്തെങ്കിലും കരുതി വെക്കണം മുതലായിട്ടുള്ള ചിന്തകളെല്ലാം എല്ലാ മനുഷ്യർക്കും സ്വാഭാവികമായിട്ടുള്ളതാണ്. എന്നാൽ വിശ്വാസത്തിൽ വരുന്നവന് അതിനേക്കാൾ പ്രധാനം മറ്റൊന്നാണ്. ഇത് വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ എൻ്റെ ഭൗതിക ശരീരത്തെയും ജീവിതത്തെയും അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കും. അവൻ നിശ്ചയിക്കുന്ന സ്ഥലത്ത് അതെനിക്കറിയാൻ പാടില്ല എവിടെയാണ്. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ പ്രാണൻ എവിടെ എത്തുമെന്നുള്ളതാണ്. എൻ്റെ പ്രാണൻ എത്തേണ്ടുന്നൊരു സ്ഥലം അവനാണ് ആ പ്രത്യാശ തന്നിരിക്കുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായൊരു പട്ടണമുണ്ട്. അത് സ്വർഗീയ പട്ടണമാണ്. അതാണ് യെരൂശലേം. ഈ യെരൂശലേം പട്ടണത്തിലാണ് ഞാൻ എത്തിച്ചേരേണ്ടത്. അതിൻ്റെ പ്രാണൻ അവിടെയാണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ വിളിക്കപ്പെട്ട വിശ്വാസിക്ക് രണ്ട് പ്രത്യാശയാണ്. ഒന്ന്, തൻ്റെ പ്രാണൻ എത്തിച്ചേരുന്ന ആ സ്വർഗീയ പട്ടണം. രണ്ടാമത്തത്, തൻ്റെ ശരീരം, ഭൗതിക ജീവിതം എത്തിച്ചേരുന്ന അവസ്ഥ. ഭൗതിക ജീവിതത്തെക്കുറിച്ച് കർത്താവ് നിശ്ചയം കൊടുക്കില്ല. നീ എന്തായിത്തീരും, എവിടെയെല്ലാം പോകേണ്ടി വരും, എന്തെല്ലാം ആയി കാണും, ഇതൊന്നും പറയില്ല. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ അബ്രഹാമിൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം ഇറങ്ങി തിരിച്ചു. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് താൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെയാണ് യാത്ര പുറപ്പെട്ടത്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അബ്രഹാം അതിനു മുമ്പ് കണ്ടിട്ടില്ല. കനാൻ ദേശം, നിന്നെ കാണിപ്പാനൊരു ദേശം. ആ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ അതിന് ലക്ഷ്യമുള്ളൂ. കർത്താവ് ഒരു ദേശം കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദേശത്തേക്ക്, അത് ചെറുതോ വലുതോ ഇതൊന്നും എനിക്കറിയില്ല.
കർത്താവ് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകും. പക്ഷെ ഒരു കാര്യത്തിൽ നിശ്ചയമുണ്ട്. കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്ത് പുറപ്പെട്ടാൽ അവിടെ കർത്താവിന്റെ ഹിതപ്രകാരം ഞാൻ അവിടെ ചെന്ന് അവിടെ പാർക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ കരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും എൻ്റെ പ്രാണൻ എത്തിച്ചേരാനുള്ളത് ആ സ്വർഗീയ യെരൂശലേമിൽ എത്തിച്ചേരും. അതെനിക്ക് സംശയമില്ലാത്ത കാര്യം. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ യാത്ര പുറപ്പെടുന്നത്. അബ്രഹാമിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഭൗതികമായിട്ട് താൻ എവിടെ എത്തും എന്നുള്ളത് അറിയില്ല. ഇതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിലും കർത്താവ് വിളിച്ചിരിക്കുന്ന വിശ്വാസിയുടെ ജീവിതം എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഭൗതിക ജീവിതം എന്തായി തീരുമെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല, അറിയില്ല. കാരണം വചനം പറയുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും നാം ജീവിക്കുന്നത്. കാഴ്ചയാലുള്ളത് അല്ല ജീവിക്കുന്നത്. നമുക്ക് നാളെ എന്തായി തീരുമെന്ന് കണക്ക് കൂട്ടി അതെല്ലാം കണക്ക് കൂട്ടി ജീവിക്കണമെന്ന് ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നടക്കില്ല. ഒരു കാര്യവും നടക്കില്ല. അതായത് നാളെ നടക്കുന്നത്, അടുത്ത നിമിഷം നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കും കർത്താവ് തന്റെ ഭക്തന്മാരുടെ ജീവിതത്തെ മാറ്റുന്നത്. അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് ഇപ്രകാരമാണ്: കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ പറ്റുമോ? എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ പറ്റുമോ? ഒരു നല്ലൊരു കാറ്റ് വന്നു, അതിനകത്തേക്ക് കനം കുറഞ്ഞൊരു വസ്തു, ഈ പഞ്ഞിയുടെ കനമുള്ള ഒരു വസ്തു, അങ്ങനെ അല്ലെങ്കിൽ ഒരു പൊടിപടലം അതങ്ങോട്ട് വിട്ടു, അതങ്ങോട്ട് ഇട്ടു. ഈ കാറ്റ് ഈ പഞ്ഞിയെയും കൊണ്ട് അങ്ങ് പോകും. എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഈ കാറ്റ് എവിടെ നിന്ന് വന്നു അറിയാൻ പറ്റില്ല. ഇതുപോലെയാണ് ആത്മാവിനാൽ ജനിച്ച വിശ്വാസി. അവൻ എങ്ങോട്ട്, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവന്റെ പ്രാണൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിശ്ചയമുണ്ട്. പ്രാണൻ കർത്താവ് ഇരിക്കുന്നിടത്തേക്ക് പോകും. അത് സ്വർഗീയ പട്ടണമാണ്, യെരൂശലേമാണ്. ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ. അപ്പൊ ഭൗതികമായിട്ട് കർത്താവ് നമുക്ക് കാണിപ്പാനിരിക്കുന്ന ഒരു നന്മയുണ്ട്. അവിടെ എത്തുന്നത് വരെയും അത് പറയില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമ്പോഴൊക്കെ ഇതൊന്നും അറിഞ്ഞു കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ എന്തായി തീരും, എൻ്റെ പിള്ളേരെന്തായി തീരും, ഞാൻ ഒരു ലോകത്ത് അറിയപ്പെടുന്ന ഒരാളായി തീരുമോ, ദാവീദിനെ പോലെ ലോകത്തിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഒരു പേരെനിക്ക് കിട്ടുമോ, സമ്പത്തുണ്ടാവുമോ, പിള്ളേർക്ക് ജീവിക്കാൻ, ഇതൊന്നും ഒരുറപ്പും കർത്താവ് പറയില്ല. കർത്താവ് വിളിയാൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ പ്രത്യാശ, കർത്താവ് എന്നെ കാണിക്കാൻ വാഗ്ദത്തം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതോണം കർത്താവ് ഇരിക്കുന്നിടത്തേക്ക് അത് എത്തിക്കും. അതുകൊണ്ട് ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോവുക. ഇതാണ് നമ്മൾ വിശ്വാസികളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രത്യാശയെ സംബന്ധിച്ച് എപ്പോഴും മനുഷ്യൻ കരുതുന്നത് ഇതാണ്: എന്താണ്? മുന്നമേ അവരുടെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം നിനക്ക് സകല ഭൗതികമായതും നൽകിത്തരും. ഏറ്റവും ആദ്യമേ തന്നെ മനുഷ്യൻ ചിന്തിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും പ്രാണന്റെ രക്ഷയാണ്. അതായത് ഞാൻ പോകുന്നത് കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കാണ് ഭൗതികമായിട്ട്. രണ്ടാമത്, എൻ്റെ പ്രാണൻ പോകുന്നത് കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്കാണ്. അത് വേറൊരു രാജ്യമാണ്, അത് സ്വർഗീയ മണ്ഡലമാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭൗതികമായതിലേക്ക് എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവ് എന്നെ നടത്താനും എന്നെ പരിപാലിക്കാനും ശക്തനാണ്. വിളിച്ചവൻ വിശ്വസ്തനാണ്. അതിലേക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാഴ്ചയല്ല, വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മുട്ടുവരികയില്ല. കർത്താവാണ് ഇടയൻ. അതുകൊണ്ട് കർത്താവ് മുട്ടുവരാതെ വണ്ണം കാക്കുവാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യുന്നവനാണ്. അത് ചെയ്യട്ടെ. പക്ഷേ ഈ പ്രാണൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ? അവിടെ ചെന്നാൽ, ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പല പല ചിന്തകളാണ്. അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ആണ് അത് ഏറ്റവും ഉത്കണ്ഠ ഉണ്ടാക്കുന്നത്. കാരണം ശരീരം വിട്ടിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഈ ശരീരം എവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിവില്ല. എന്തായിരുന്നാലും കർത്താവ് വിളിക്കുമ്പോൾ, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമെന്ന് പറയുമ്പോൾ, ഈ ശരീരത്തെ വിട്ടിട്ടാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. അന്നേരം ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ആളുകളുണ്ട് അങ്ങ് ചെല്ലുന്നത്. പ്രാണങ്ങൾ നമ്മുടെ മാത്രമല്ല, അനേക കോടിക്കണക്കിനുള്ള പ്രാണങ്ങൾ. ഒരു ദിവസം തന്നെ എത്രയോ ആയിരങ്ങളാണ് മരിക്കുന്നതും പ്രാണം ശരീരത്തെ വിടുന്നത്.
അപ്പൊ ഇവരുടെയൊക്കെയും പ്രത്യേകത എന്താണ്? ആ മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ, കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒന്നാമത്തെ തന്നെ കർത്താവിനെ വെളിച്ചത്തിൽ കാണാൻ കഴിയണം. അതുപോലെ അവിടെ നമുക്ക് ഇവിടത്തത് പോലെ തന്നെ നമുക്ക് അവിടെയും കർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിയണം. കർത്താവിനോട് ചേർന്ന് ഇരിപ്പാൻ കഴിയണം. അതിന് വേണ്ട ഇന്ന് നമ്മളിവിടെ കാണുമ്പോൾ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, മണക്കുന്നു മുതലായിട്ടുള്ള 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ ആത്മീയമായിട്ടും അവിടെ ഉണ്ടാവണം. അതിന് ഈ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഇത് പ്രാപിക്കുന്നതിനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അല്ലാതെ ഭൗതികമായിട്ട് അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമിക്കണ്ട, അത് ചിന്തിക്കണ്ട, അത് നൽകുവാൻ കഴിവുള്ളവനാണ് വിളിച്ചിരിക്കുന്നത്, അവൻ തരും. പക്ഷെ നിങ്ങൾ ഇന്ന് നിന്റെ പ്രാണനെ ചോദിച്ചാൽ എവിടെയാ? അവിടെ ചെല്ലുമ്പോൾ നിനക്ക് കണ്ണ് കാണാവോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ശരീരം വിട്ടാൽ ആത്മാവിന് കണ്ണ് കാണാൻ പറ്റുമോ? കാണാത്തവരുണ്ട്. നമ്മൾ സങ്കീർത്തനം വായിച്ചിട്ടില്ലേ? അവർ മാത്രം കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങും. അവർ പിതാക്കന്മാരുടെ തലമുറയോട് ചേരും. പക്ഷെ ഒരു നാളും വെളിച്ചം കാണില്ല. ഒരു നാൾ വെളിച്ചം കാണില്ല. അവർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കും. എന്നും മുഖത്ത് ലജ്ജയായിരിക്കും. ദൈവത്തിന്റെ ജനം പ്രകാശിക്കുമ്പോൾ അവർക്ക് ലജ്ജയായിരിക്കും. അവർ ഒരു കൂട്ടർ മൗനമായിരിക്കും, ഒരു കൂട്ടർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ 2 വിഭാഗമായിട്ടാണ് ഇവിടുന്ന് പോകുന്നതെന്ന് അറിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അറിയുന്നത്. എന്താ ദൈവമേ, ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്താ എന്താ സ്ഥിതി? എൻ്റെ പ്രാണന് എന്ത് സാധിക്കും? കാണാൻ സാധിക്കുമോ? കേൾക്കാൻ സാധിക്കുമോ? രുചിക്കാൻ സാധിക്കുമോ? ഈ കാര്യങ്ങൾക്കുള്ളതെല്ലാം ഈ കാര്യങ്ങളെല്ലാം ഉറപ്പ് പ്രാപിച്ചെടുക്കേണ്ടുന്ന സമയമാണിത്. അതുകൊണ്ടാണ് സമയം ഒട്ടും പാഴാക്കാനില്ല. കർത്താവ് വിളിച്ചാൽ ആ വിളിക്കപ്പെടുന്ന വിശ്വനാഥൻ തക്ക സമയത്താണ് തന്റെ വചനത്തെ വെളിപ്പെടുത്തുന്നത്. കർത്താവ് തക്ക സമയത്ത് തന്റെ വചനത്തെ വെളിപ്പെടുത്തി വിളിച്ചാൽ പിന്നെ എത്ര വർഷങ്ങൾ, എത്ര നാളുകൾ നമുക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം, അതിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെയും പ്രാപിച്ചുകൊള്ളണം. അവിടെ ചെന്ന് കർത്താവിനെ കാണണം, വെളിച്ചം കാണണം, ഈ കാര്യങ്ങളെല്ലാം പ്രാപിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്, അതിന് വേണ്ടിയിട്ടുള്ള അധ്വാനമാണ്. അതുകൊണ്ടാണ് അത് ഈ ലോകത്തിൽ വെച്ച് പ്രാപിപ്പാൻ നമുക്ക് വിവിധമായിട്ടുള്ള ഘട്ടങ്ങളാണ്. അതിനെക്കുറിച്ച് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഇതിന്റെ ഓരോ ഭാഗം നമ്മൾ വെളിച്ചം കാണാൻ എങ്ങനെ സാധിക്കും, കേൾക്കാൻ എങ്ങനെ സാധിക്കും, മണക്കാൻ എങ്ങനെ സാധിക്കും, രുചിക്കാൻ എങ്ങനെ സാധിക്കും, ഇങ്ങനെയുള്ള എല്ലാം കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് അതിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ സഭയായിട്ട് ഇന്ന് ലോകത്തിലുണ്ടെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അവരിതാ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ കർത്താവിനെ തേജസ്സോടെ കാണും. പരിജ്ഞാനത്തിന്റെ വാസന അവർ മണക്കും. അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യ ജീവിതം എന്തെല്ലാം ഈ ലോകത്തിൽ അനുഭവിക്കുന്നുവോ അതിനേക്കാളെല്ലാം ഉപരിയായിട്ടൊരു നന്മ ആത്മീയ മണ്ഡലങ്ങളിൽ പ്രാണനുണ്ട് എന്ന് കരുതി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. അങ്ങനെയാണ് ആയിരിക്കേണ്ടത്, അല്ലാതെ ഭൗതികമായിട്ടുള്ളതല്ല. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് വചനം പറയുന്നത്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അവർക്ക് ഭൗതികമായിട്ട് എന്തെല്ലാം ഉണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഉപരിയാണ് സ്വർഗീയമായതെന്ന് കാക്ഷിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നവരാണ് അവരാണ് വിശ്വാസികൾ. അവർക്ക് ഈ ലോകത്തിൽ എവിടെ എത്തിച്ചേരും, ഞാൻ എന്തായിത്തീരും, ഇതൊന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമേ, കർത്താവേ, ഞാൻ ഇന്ന് ഈ ഓട്ടവും അധ്വാനവും എല്ലാം കഴിക്കുന്നു എന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ, പ്രാണൻ വേർപെട്ടാൽ, ആ പ്രാണന് ഒരു പൂർണ്ണമായ അംഗഭംഗമില്ലാതെ എല്ലാ ഇന്ദ്രിയങ്ങളോടു കൂടി ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ എന്നും പ്രകാശിതരായി വസിക്കാൻ കഴിയുമോ? ഈ ഒരൊറ്റ ചിന്തയാണ്. യഥാർത്ഥത്തിൽ വിളിക്കപ്പെട്ടവനും ആ പ്രത്യാശയിൽ എത്തിച്ചേർന്നവനുമായ കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നാൽ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലരും അങ്ങനെയല്ല. അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു വിചാരമോ അവർക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. ഇത് അന്ത്യകാലമാണ്. ഇനിയും നമുക്ക് ഈ കാര്യങ്ങളൊന്നും മറിഞ്ഞിരിക്കാൻ പാടില്ല. ഏത് സമയത്തും ലോകത്തിന്റെ ഗതി മാറി മറിയാം. നാം ഇന്ന് തന്നെ കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന അനുഭവങ്ങളും കേൾക്കുന്ന കേൾവിയൊന്നും നമുക്ക് സാധാരണ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളല്ല കേൾക്കുന്നത്.
അന്ത്യകാലത്തിന്റെ ലക്ഷണത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് നാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നോക്കാനല്ല, ലോകത്തിലേക്ക് നോക്കാനല്ല, പിന്നെയോ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാനുള്ള സമയമാണ്. നമ്മുടെ പ്രാണന് പുഷ്ടി വരുത്തുന്ന സമയമാണ് എന്ന് നമ്മൾ കണ്ട് ആ ശ്രേഷ്ഠ പദവിയിൽ കർത്താവിനോടൊപ്പം വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാണനെ ഒരുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നടത്തുവാൻ കർത്താവിന്റെ ആത്മാവ് പ്രസാദിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ആരാധനയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുമ്പോൾ, എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാന്ന് അരുളിച്ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് സ്വർഗീയ പ്രത്യാശയുണ്ട്, ഭൗമിക പ്രത്യാശയുണ്ട്. ഇത് രണ്ടും ഇത് രണ്ടും പ്രാപിപ്പാൻ ഇത് രണ്ടും പ്രാപിപ്പാൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ആരാധന കഴിക്കണം. ആരാധനയ്ക്ക് ദൈവം സാക്ഷ്യം കൽപ്പിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഇന്നും നമ്മൾ കർത്താവിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഇന്നത്തെ ആരാധനയിലും ദൈവമേ, എൻ്റെ ആരാധനയിൽ കർത്താവ് പ്രസാദിക്കണം. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾ കർത്താവിൽ മുട്ടുകളെ മുടക്കുമ്പോൾ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ദൈവിക സാക്ഷ്യം, ഞങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ള സാക്ഷ്യം അവിടുന്ന് കൽപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിലായിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മളിന്ന് വായിച്ചത് 22-ാമത്തെ സങ്കീർത്തനമാണ്. 22-ാം സങ്കീർത്തനം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്ന നിലവിളിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. തിരുവത്താഴ ശുശ്രൂഷയ്ക്കൊക്കെയും വായിക്കാറുള്ള ഒരു സങ്കീർത്തനമാണ്. അതായത് മശിഹൈക സങ്കീർത്തനമാണെന്നർത്ഥം. അതായത് വരുവാനിരിക്കുന്ന മശിഹായെ കുറിച്ച്, മശിഹ ജനിക്കുന്നതിന് ഏകദേശം 1000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. അപ്പോൾ വരാനിരിക്കുന്ന മശിഹായും മശിഹായ്ക്ക് വരുന്ന കഷ്ടങ്ങളും ആ കഷ്ടങ്ങൾക്ക് ശേഷമുള്ള ഉദ്ധാരണവും അവന്റെ മഹത്വവും എല്ലാം ഈ 22-ാം സങ്കീർത്തനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ ജീവിതവുമായി ഈ സങ്കീർത്തനം താരതമ്യപ്പെടുത്തി ഒരു ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്, നീ എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെ ആകുന്നു നിൽക്കുന്നതെന്ന്. ഞരക്കത്തിന്റെ വാക്കുകൾ, മനുഷ്യന്റെ വായിലെ വാക്കുകൾ, മനുഷ്യന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ, ഇത് രണ്ടും രണ്ടാണ്. ഒരു മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷ അവന്റെ ബുദ്ധിയിൽ അവന് നല്ലതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്. എല്ലാ മനുഷ്യരും, യേശു അടക്കം എല്ലാവർക്കും അവരുടേതായ ബുദ്ധിയിൽ ഒരു ആഗ്രഹമുണ്ട്. അതായത് കാൽവരിയിലെ യാഗം കഴിയുമെങ്കിൽ പിതാവെ ഇത് നീങ്ങിപ്പോകണമെന്ന് യേശു ആഗ്രഹിച്ചെങ്കിൽ നമ്മൾ ആരാ? എല്ലാ മനുഷ്യർക്കും ഉണ്ട് അവരുടേതായ ബുദ്ധിയിൽ ഒരു പ്രാർത്ഥന, അവരവരുടേതായ ഹൃദയത്തിൽ നിന്ന് വരുന്ന, അവരുടെ ഉള്ളത്തിൽ നിന്ന് വരുന്ന ഒരു പ്രാർത്ഥന അവർക്കുണ്ട്. പക്ഷെ അത് ദൈവത്തിന്റെ ഹിതവുമായി നോക്കുമ്പോൾ അത് രണ്ടും ഒന്നായി കൊള്ളണമെന്നില്ല. അത് രണ്ടും പലപ്പോഴും രണ്ടായിരിക്കും. കാരണം ഈ മനുഷ്യൻ ഇന്ന് ഈ കടന്നു പോകുന്ന ഈ കഷ്ടത അങ്ങനെ കടന്നുപോയാൽ അതിന്റെ അന്തം, അതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം മഹത്തരമാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യൻ ഇതിൽ കൂടി തന്നെ കടന്നു പോയേ പറ്റൂ. പക്ഷെ ആ വരാനിരിക്കുന്ന കഷ്ടത്തിന്റെ ആധിക്യം കൊണ്ട് യേശു പറഞ്ഞു, കർത്താവെ കഴിയുമെങ്കിൽ പിതാവ് ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, ഇത് നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നടന്നു. കർത്താവിന്റെ മാനുഷികമായ പ്രാർത്ഥന നടന്നില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. കാരണം ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ഇവിടെ നമ്മൾ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത്
നമ്മളുടെ വായ കൊണ്ട് പലതും നമുക്ക് ചോദിക്കും. നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് നല്ലതെന്ന് പലപ്പോഴും തോന്നും. പക്ഷേ അതാകണമെന്നില്ല നമ്മളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം. നമ്മെ ദൈവിക വഴികളിൽ എത്തിപ്പാൻ ദൈവമേ എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ, അതായത് എൻ്റെ വെറും വാക്കുകൾ കേൾക്കണ്ട, എൻ്റെ വെറും വാക്കുകൾ കേൾക്കണ്ട, മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പറയുന്നത്. ഒരു കുട്ടി തൻ്റെ അമ്മയുമായിട്ടൊരു കടയിൽ ചെന്ന്, അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയേച്ച് വരുക. പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ്, ഈ ഗ്യാസ് മിഠായി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേടിച്ചു കൊടുക്കരുത് കൊച്ചിന്. ഈ കാര്യം പറഞ്ഞ് ഈ കുഞ്ഞുമായിട്ട് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് വേണ്ടത് ഗ്യാസ് മിഠായിയാണ്. അവനാണ് ചോദിച്ചത്, ഗ്യാസ് മിഠായി ഉണ്ടോ? അപ്പോൾ പുറകെ നിന്ന് അമ്മ കണ്ണടച്ച് കാണിച്ചു, വേറെ മിഠായി ഉണ്ട്, ഗ്യാസ് മിഠായി ഇല്ല. അവിടെ ഉണ്ടായിട്ടാ, അവിടെ ഉണ്ട്. പക്ഷെ കൊച്ചു ചോദിക്കുന്നത് കൊടുക്കാൻ കടക്കാരൻ തയ്യാറില്ല. കാരണം യഥാർത്ഥത്തിൽ കൊച്ചിൻ്റെ ആവശ്യം അറിയാവുന്നത് കൊച്ചിനേക്കാൾ കൂടുതൽ അമ്മയ്ക്കാണ്. അമ്മ പറഞ്ഞ വാക്കനുസരിച്ച് കൊടുത്തില്ല. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നത്. എനിക്കത് വേണം, എനിക്ക് ഇത് വേണം. 100 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ജനത്തിന് അപേക്ഷയായിട്ട് പറയാനുണ്ട്. പക്ഷെ അതൊന്നുമല്ല ദൈവം ശ്രദ്ധിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് അതൊന്നുമില്ല. പിന്നെയോ ദൈവം എല്ലാ മനുഷ്യരിലും തൻ്റെ അടുക്കൽ വരുന്ന, വിശ്വാസത്തിൽ വരുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരാത്മാവിനെ കൊടുത്തിട്ടുണ്ട്, തൻ്റെ ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. വസിക്കുമാറാക്കിയ ആത്മാവെന്ന് പറയും. ഈ ആളെന്താ പറയുന്നത് നോക്കും. ആദ്യം പറഞ്ഞല്ലോ, ആ കൊച്ചു പറയുന്നത് കേൾക്കില്ല, ആ കൂടെയുള്ള അമ്മ പറയുന്നത് എന്താണെന്ന് കടക്കാരൻ ശ്രദ്ധിക്കുന്നത് പോലെ ദൈവം ശ്രദ്ധിക്കുന്നത് മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുമാറാക്കിയ ആത്മാവ് എന്താ പറയുന്നത്. മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം, ഈ ആത്മാവിൻ്റെ ഞരക്കവും രണ്ടും ഒന്നാണെങ്കിൽ ആ കാര്യത്തിന് മറുപടിയാണ്. അതിന് ഒരിക്കലും എതിരില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിലെ ആഗ്രഹമൊന്നും വായിലെ ചോദ്യമൊന്നും രണ്ടായിട്ടല്ല, രണ്ടും ഒരുപോലെ ഇരിക്കണം. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത്. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഭക്തന് വേണ്ടി, ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി അപേക്ഷിക്കുന്നത് അവൻ മാത്രമല്ല, പിന്നെയോ അവനിൽ വസിക്കുമാറാക്കിയ ആത്മാവ് പക്ഷപാതം. എനിക്കൊന്ന് കർത്താവ്, എനിക്കൊരു 10 ലക്ഷം രൂപ വേണം എന്ന് ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ എന്നിൽ വസിക്കുമാറാക്കിയ ആത്മാവ് ദൈവത്തോട് ഒരു പക്ഷേ പറയാം, കൊടുക്കരുത്, ഇന്ന് 10 ലക്ഷം രൂപ കൊടുക്കരുത്. ആ കൊടുത്താൽ അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതാണ്, അതിനാൽ ആത്മീയ താഴ്ചയുണ്ടാകും, കൊടുക്കരുത് എന്ന് ആത്മാവ് പറയും. ഈ ഞരക്കമാണ് ഇതിന് ഈ ആത്മാവ് പറയുന്നത്. മനുഷ്യൻ പറയുന്നത് ആ ശബ്ദത്തെക്കാൾ ഉപരി ഈ ഞരക്കത്തിന്റെ ശബ്ദമാണ് ദൈവം കേൾക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അവന്റെ ആവശ്യവും. ഇതാണ് ദൈവജനത്തിൽ വെച്ചിരിക്കുന്ന ഏറ്റവും ഭയങ്കരമായ ഒരവസ്ഥ. അവരുടെ ഉള്ളിൽ നിന്ന് ഞരക്കത്തിന്റെ ശബ്ദങ്ങൾ വരുന്നു. അത് യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യമാണ്. അതിന് ദൈവം മറുപടിയും കൊടുക്കും. അതിന് ദൈവം മറുപടിയും, അതിന് ആ ചോദ്യത്തിന് ഉത്തരവും കർത്താവ് നൽകും. എന്നാൽ ഇവിടെ അതല്ല, വായ കൊണ്ട് വെറും വാക്കുച്ചരിക്കുന്നതല്ല, പിന്നെയോ ഞരക്കത്തിന്റെ വാക്കുകളാ. ഞരക്കം തന്നെയാണ് ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് തന്നെയാണ്, എൻ്റെ ആവശ്യം തന്നെയാണ്. പക്ഷെ ദൈവം കേൾക്കുന്നില്ല. ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. ദൈവഭക്തന്മാർക്കെല്ലാം എല്ലാം നേരിടുന്ന ഒരു ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകും. ദൈവം മനുഷ്യനെ അപൂർവ സന്ദർഭങ്ങളിൽ കൂടി കടത്തിക്കൊണ്ടു പോകും. അപൂർവ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ
ഈ അനുഭവം വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇയ്യോബ് പരിശോധിക്കുക. എൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇയ്യോബ് പറയാണ്, ഇന്നുവരെയും മനുഷ്യ ചരിത്രത്തിൽ ഇന്നുവരെയും എൻ്റെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നോക്കി പരിശോധിച്ച് നോക്കി. ഇല്ല, ഇല്ല. അത് ദൈവം അത് ദൈവം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് പലപ്പോഴും നാം മറന്നുപോകും. ഇയ്യോബിന് അത് മനസ്സിലായി. ഇയ്യോബ് പറയാണ്, നീ എന്നെ പാല് പോലെ പകർന്നു, തൈര് പോലെ ഉറകൂടുമാറാക്കി, അസ്ഥിയും മാംസവും ഞരമ്പും കൊണ്ട് എന്നെ മെടഞ്ഞു, എനിക്ക് ജീവനും ശ്വാസവും തന്നു, ജീവനും കൃപയും നീ എനിക്ക് തന്നു. എങ്കിലും നീ ഇത് നിന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചു. ഏത്? ഇന്ന് ഇയ്യോബ് കടന്നു പോകുന്ന ഈ അനുഭവം ദൈവം ഹൃദയത്തിൽ മറച്ചു വെച്ചു. ഇയ്യോബ് പറയുകയാണ്, ഇത് ഇയ്യോബിന് മാത്രമല്ല, ദൈവഭക്തന്മാർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഒരു കാര്യം അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് കർത്താവ്. ഒരു കാര്യം കരുതിയിട്ടുണ്ട്. നോഹയോട് പറഞ്ഞത് ഇതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഇന്നുവരെയും കണ്ടിട്ടില്ല. ഇന്നുവരെയും കണ്ടിട്ടില്ല. എന്താ? ആകാശത്ത് നിന്ന് വെള്ളം വീഴും. അന്ന് വരെ മഴയില്ല എന്ന് ഓർക്കണം. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി വന്ന് നനച്ചിരുന്ന ഒരു കാലം. ആ സമയത്ത് ആകാശത്ത് നിന്ന് മഴ പെയ്തു. മഴ പെയ്തിട്ടില്ല, പെയ്യും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തനിക്കും കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകം പണിതു. അതിനാൽ അവൻ ലോകത്തെ വിധിച്ചു, അവനും കുടുംബവും രക്ഷ പ്രാപിച്ചു. അപ്പൊ ഈ അപൂർവ കാര്യം എന്ന് പറയുന്നത്, തൻ്റെ ഭക്തന്മാർക്ക് ഈ ലോകത്തിൽ ജനിക്കുന്ന, താൻ സ്നേഹിക്കുന്ന, താൻ തിരഞ്ഞെടുക്കുന്ന, താൻ മുൻകണ്ടിട്ടുള്ള തൻ്റെ ശ്രേഷ്ഠന്മാർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ അപൂർവ കാര്യം. ഈ അപൂർവ കാര്യം മനുഷ്യന് വരുമ്പോൾ എങ്ങനെയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. കാരണം യുക്തിക്ക് നിരക്കാത്തതാ വരുന്നത്. യുക്തിക്ക് നിരക്കാത്ത വരുന്ന. ഏലിയാവ് പറഞ്ഞതുപോലെ, മതി എൻ്റെ കർത്താവേ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളും ശ്രേഷ്ഠനൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്നാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ പഠിക്കുന്നത്. ഞാൻ മറ്റുള്ള എൻ്റെ പിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരെക്കാളും വലിയവനൊന്നുമല്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല. മതി മതി കർത്താവ്, ഇനി മരിച്ചാൽ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അങ്ങനെയല്ല. ചെയ്യാനിരിക്കുന്നതും നടക്കാനിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നടക്കാനിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൂട്ടുകാരനാ, സ്നേഹിതനാണ് അബ്രഹാം. അബ്രഹാമിനെയൊന്നും അഗ്നിരഥങ്ങളിലും അഗ്നി അശ്വങ്ങളിലും സ്വർഗത്തിലേക്ക് എടുത്തില്ല. ഇതുവരെ കാണാത്ത ഒരു കാര്യം സംഭവിക്കാൻ പോവുക, തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ഏലിയാവിന്റെ. അവിടെ ഏലിയാവ് പിന്മാറിയിട്ട് കാര്യമില്ല. ആർക്ക് വിധിച്ചിരിക്കുന്നുവോ അത് കർത്താവ് കൊടുക്കും. ഇങ്ങനെയുള്ളവർക്ക് കർത്താവ് കൊടുക്കുന്നതാണ് അപൂർവ കാര്യങ്ങൾ. അത് തരണം ചെയ്തേ പറ്റൂ, അത് പ്രാപിച്ചേ പറ്റൂ, അതിന് ഒഴിവൊഴിവില്ല. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത് നമ്മൾ അനേകർ പല ജീവിതങ്ങളും, ദൈവമേ, ഞാൻ ഈ കടന്നു പോകുന്ന വഴി, ഞാൻ ഈ അനുഭവിക്കുന്ന വഴി ഉദാഹരണമായിട്ട് വേദപുസ്തകത്തിൽ എവിടെ കാണുന്നുണ്ട്, എങ്ങനെ കാണുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, അങ്ങനെ കാണുന്നില്ല എങ്കിൽ ഓർത്തുകൊള്ളണം, നിശ്ചയമായിട്ടും ദൈവം ഇതുവരെ കാണാത്ത ഏതോ വഴികൾ കൂടി തൻ്റെ ഭക്തനെ നടത്തുവാൻ പോകുന്നു. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത വഴികൾ കൂടി തൻ്റെ ഭക്തനെ നടത്താൻ പോകുന്നു. അതുകൊണ്ട് തോറ്റുപോകുകയോ പിന്മാറിപ്പോവുകയോ മടുത്തുപോകുകയോ, യഹോവയ്ക്കായി മിണ്ടാതെ അവനായി കാത്തിരിക്കണമെന്നാണ്. ഈ സമയത്ത് മിണ്ടാൻ പാടില്ല. ഈ സമയത്ത് എന്തെങ്കിലും വാക്ക് വായിന്ന് വരും. കാരണം അപൂർവ കാര്യം വന്ന് വരുമ്പോൾ നിശ്ചയമായിട്ടും വായിൽ കൂടി എന്തെങ്കിലും വാക്ക് വരും.
സാത്താൻ പറഞ്ഞിരിക്കുന്നതാ. അവനെ അതിൽ കൂടി ഒന്ന് കടത്തി വിട്, വാ തുറക്കുമ്പോൾ എന്നാ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് അവന് പറയാം. കാരണം ഇതിൽ കൂടി അവൻ കടത്തി വിടും. നിന്റെ മുഖത്ത് നോക്കി അവൻ ത്യജിച്ചു പറയും. ദൈവത്തിന്റെ മുഖത്ത് നോക്കിയിട്ടേ യോബ് ത്യജിച്ച് പറയും എന്നുള്ള വാക്കാ. എല്ലാ കാലങ്ങള് 1-2 ദിവസമോ 2 വർഷമല്ല, നാളുകളെടുത്ത്. ഒടുവില് ദൈവം എഴുന്നേറ്റ് അവരുടെ കൂട്ടുകാരോട് വലിയ ജ്ഞാനവും തത്വങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല. സാത്താൻ തോറ്റു പിന്മാറിപ്പോയി. അപൂർവ കാര്യമാണ് വന്നത്. ദൈവം ഹൃദയത്തിൽ മറച്ചു വെച്ചിരുന്ന കാര്യമാണ് വന്നത്. പക്ഷേ യോബ് ദൈവത്തിനായി മിണ്ടാതെ കാത്തിരുന്നു. അതരം കൊണ്ട് അവിവേകം വരാതെ കാത്തിരുന്നു. ദൈവം അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ദൈവം അവനെ തന്റെ കരത്താൽ ഉയർത്തി. കർത്താവിന് സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്, നമ്മുടെ വായിലെ വാക്കുകൾ ദൈവമേ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ കിട്ടിയില്ലെന്നിരിക്കാം. എന്നാൽ ഒരു ഭയങ്കര സന്ദർഭമുണ്ട്. ഞരക്കത്തിന്റെ വാക്കുകളും കൂടി കേൾക്കാതിരിക്കുന്ന സമയം. ദൈവമേ നീ എന്നിൽ വസിക്കുമാറാക്കിയ ആത്മാവല്ലേ ഇന്ന് ഞരങ്ങി പ്രാർത്ഥിക്കുന്നത്. അതും കേൾക്കാത്തതെന്താ? എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാത്തതെന്ത്? എന്നെ വിടുവിക്കാതെ, ആ വാക്ക് അങ്ങനെയാണ്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ എന്നെ രക്ഷിക്കാതിരിക്കുന്നത് എന്താണ്? ഇത്രയും വലിയൊരു ആപത്ത് വരുമ്പോ വസിക്കുമാറാക്കിയ ആത്മാവ് പക്ഷപാതം ചെയ്യുന്നത് കർത്താവ് കേൾക്കൂലേ? അതും കേൾക്കാതിരിക്കുന്നത് എന്താണ്? ഓർക്കുക, അതിലെ വെറും വാക്ക് അവിടെ പോട്ടെ, ഞരക്കത്തിന്റെ വാക്കുകളും ദൈവം കേൾക്കാതിരിക്കുന്നുവെങ്കിൽ ഓർത്താൽ മതി, ഏതോ അപൂർവ കാര്യം ദൈവം നിന്നെക്കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്നു. ഏതോ കാര്യം, ഏതോ ഒരു ലക്ഷ്യം ദൈവം കണ്ടിരിക്കുന്നു. അത് ഇന്നുവരെയും ആർക്കും വെളിപ്പെടാത്തതും, അത് തന്റെ ഭക്തനെ കുറിച്ച് മാത്രം ദൈവം ഹൃദയത്തിൽ കരുതിയിരിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവസന്നിധിയിൽ മറഞ്ഞിരുന്നതുമായ ദൈവജ്ഞാനമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ലോകസ്ഥാപനം മുതലേ മറച്ചു വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ തേജസ്സിനായി. ഈ അപൂർവ കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ നീ പിന്നെ നടത്തപ്പെടുന്നത് തേജസ്സിലേക്കായിരിക്കും. ലോകസ്ഥാപനം മുമ്പ് നിശ്ചയിച്ചിരിക്കുന്ന അതിശ്രേഷ്ഠ തേജസ്സിലേക്ക്, ആ ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണെന്ന് വിചാരിച്ചു കൊള്ളണം. ഇവിടെ യേശു അപേക്ഷിച്ചു, കേട്ടില്ല. ഞരക്കത്തിന്റെ വാക്കുകൾ കേട്ടില്ല. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി. അത് സഹിച്ചു. ഇന്ന് ദൈവത്തിന്റെ വചനപ്രകാരം അതിനോട് ചേർന്ന് അനേകായിരങ്ങൾ, മാനവരാശി മുഴുവനും അതുമൂലം രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നെങ്കിൽ, ഓ ഹല്ലേലൂയ, ഇന്ന് ദൈവത്തിന്റെ ഭക്തൻ അനുഭവിക്കുന്ന എല്ലാ അപൂർവ കാര്യങ്ങളിൽ കൂടിയും ദൈവം ഒരു കൂട്ടം ജനത്തെ രക്ഷയ്ക്കായി കണ്ടിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോൾ, യേശു ഇതൊക്കെയും സഹിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കിയെന്ന്. ഇതെല്ലാം കഴിഞ്ഞാലും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകളും ഒന്നും കേൾക്കാതെ ഇന്ന് എനിക്ക് ഇത്ര വലിയൊരു വേദനയും കഷ്ടവും ദൈവം വരുത്തിയെങ്കിൽ, നിശ്ചയമായിട്ടും ഒരു കൂട്ടം ആത്മാക്കൾ, ഇതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആത്മാക്കൾ തന്നെയാണ്. ഒരു വലിയൊരു കൂട്ടം ജനമാണ് ഇന്ന് ക്രിസ്തീയ സമൂഹം മുഴുവനും ലോകത്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്നതിന് കാരണമായി തീർന്ന ആ വ്യക്തിയുടെ ജീവിതമാണ് 22-ാം സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം 1-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് ക്രിസ്തീയ സമൂഹം മുഴുവനും, ഇന്ന് വിശ്വാസികളായിട്ട് അഭിമാനിക്കുന്ന, സത്യദൈവത്തെ ഞങ്ങൾക്കറിയാമെന്ന് അഭിമാനിച്ചു നിൽക്കുന്ന ആ അവസ്ഥയിലൊക്കെയും കാരണം 22-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ മതി. ഇതുപോലെ തന്നെ ഇന്ന് ദൈവത്തിന്റെ ഭക്തന്മാർക്കും ദൈവം ഒരുക്കിയിട്ടുള്ള ആ അപൂർവ കാര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ
ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ പ്രാർത്ഥന കേട്ടില്ലെന്നിരിക്കാം, ഞരക്കത്തിന്റെ ശബ്ദം കേട്ടില്ലെന്നിരിക്കാം. പക്ഷേ പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം അത് നിമിത്തം, ഈ അപൂർവകാര്യ നിമിത്തം കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിയുന്ന വലിയൊരു കൂട്ടം ജനത്തെ ദൈവം കാണും. വിശ്വാസത്താൽ അത് കണ്ടുകൊണ്ട് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം ലക്ഷ്യമാക്കിയ യേശുവിനെ പോലെ ദൈവഭക്തന്റെ മുമ്പിലുള്ള കടന്നു പോകുന്ന സകല ദുർഘടങ്ങളും വരാനിരിക്കുന്ന സന്തോഷത്തെ, ആ വിശ്വാസ സമൂഹത്തെ, ആ സത്യമറിയുന്ന സമൂഹത്തെ കണ്ട് വിശ്വാസത്താൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് തന്റെ ജനത്തെ ദൈവിക വഴികളിൽ നടത്തി. നാം ആദ്യം കേട്ടതുപോലെ തന്നെ നമ്മുടെ ശരീരം എവിടെ എത്തിച്ചേരുമെന്ന് അറിയുന്നില്ല, ആത്മാവ് എവിടെ എത്തിച്ചേരുമെന്ന് നാം അറിയുന്നു. അതിനു വേണ്ടിയിട്ടാണ് നാം പരിശ്രമിക്കുന്നത്. നാം അവിടെ ചെല്ലുമ്പോൾ അനിന്ദിരായി കർത്താവിന്റെ സന്നിധാനത്തിങ്കൽ നമ്മുടെ പ്രാണൻ വെളിപ്പെടണമെന്നുള്ള ആശയോടുകൂടി ദൈവത്തിനായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, ശോഭിത നീതി വസ്ത്രം